നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. കാസർഗോഡ് തലപ്പാടി മുതൽ തിരുവനന്തപുരം കഴക്കൂട്ടം വരെ 6 വരിയായി ദേശീയപാത 66 നിർമ്മിക്കുന്നത് സിഗ്നലുകളില്ലാതെ. 603 കിലോമീറ്റർ നീളത്തിൽ സിഗ്നലുകൾ ഇല്ലാത്ത റോഡായി ഇത് മാറും. സംസ്ഥാനത്തെ സിഗ്നലുകൾ ഇല്ലാത്ത ആദ്യത്തെ പ്രധാന റോഡാകും ഇത്. റോഡ് മറികടക്കാൻ അടിപ്പാതകളും കാൽനടപ്പാതകളും നിർമ്മിക്കും. ദേശീയപാത നിർമ്മാണം പൂർത്തിയായ കഴക്കൂട്ടം മുതൽ മുക്കോലം വരെയുള്ള ഭാഗത്ത് മാത്രമാകും സിഗ്നൽ ഉണ്ടാക്കുക. നിലവിൽ ഇടപ്പള്ളി മുതൽ അരൂർ വരെയുള്ള പഴയ റോഡിന് പകരം പുതിയ മേൽപ്പാലം വരും. ചിലയിടങ്ങളിൽ 1 കിലോമീറ്ററിനുള്ളിൽ 3 അടിപ്പാതകൾ ഉണ്ടാകും. ആകെ 400-ലധികം അടിപ്പാതകളാണ് നിർമ്മിക്കുന്നത്. പ്രധാന സ്ഥലങ്ങൾ ബന്ധിപ്പിക്കുന്നത് അടിപ്പാതകൾ വഴിയാകും. അപകടങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അടിപ്പാത നിർമ്മാണം നടക്കുന്നത്. കാൽനട യാത്രക്കാർ മറുവശത്തെത്താൻ നടപ്പാതകൾ ഉണ്ടാകും. റോഡുകൾ വിഭജിക്കാൻ മീഡിയനുകൾ ഉണ്ടാവില്ല. ഇവ നിർമ്മിക്കാൻ കൂടുതൽ സ്ഥലം വേണം എന്നതാണ് പ്രധാന കാരണം. 6 വരി റോഡ് മീഡിയൻ വെച്ച് നിർമ്മിക്കാൻ 60 മീറ്റർ സ്ഥലം ആവശ്യമാണ്. എന്നാൽ 45 മീറ്റർ ആണ് നിർമ്മിക്കുന്നത്. പകരം ന്യൂജേഴ്സി ബാരിയേഴ്സ് ഉപയോഗിച്ചായിരിക്കും റോഡ് വിഭജനം. ബാരിയറിന് 0.61 മീറ്റർ വീതിയെ ഉണ്ടാവുകയുള്ളൂ. 12 ടോൾ ബൂത്തുകളാണ് ദേശീയപാത 66 വരാൻ പോകുന്നത്. സർവീസ് റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് വാഹനങ്ങൾക്ക് കയറുവാനും തിരിച്ചിറങ്ങാനുമുള്ള സ്റ്റോറേജ് ലൈനുകൾ ഉണ്ടാകില്ല. നിലവിൽ 4 വരിയായി നിർമ്മിച്ചിരിക്കുന്ന കഴക്കൂട്ടം കാരോട് റീച്ചിൽ സ്റ്റോറേജ് ലൈൻ ഉണ്ട്. പുതിയ പാതയിൽ സർവീസ് റോഡ് വഴി മാത്രമേ പ്രധാന റോഡിലേക്ക് കടക്കാൻ കഴിയൂ. ഇടയ്ക്കൊന്നും റോഡ് മുറിച്ചു കടക്കുവാനുള്ള വഴി ഉണ്ടാകില്ല എന്നർത്ഥം. നിർമ്മാണം പൂർണ്ണമായും പൂർത്തിയാകുന്നതോടെ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിച്ചാൽ 7 മണിക്കൂറിനുള്ളിൽ എത്താം. അമേരിക്കയിലെ ന്യൂജേഴ്സി റോഡ് വിഭജനത്തിന് 1950കളിൽ ഉപയോഗിച്ചതിനാലാണ് ഇതിന് ന്യൂജേഴ്സി ബാരിയർ എന്ന പേര് വന്നത്. ഇതിൽ വന്നിടിച്ചാൽ വാഹനങ്ങളുടെ തകരാറും യാത്രക്കാരുടെ പരിക്കും പരമാവധി കുറയ്ക്കും എന്നതാണ് പഠനങ്ങൾ പറയുന്നത്. സ്റ്റീലിലും സിമന്റിലുമായി നിർമ്മിക്കുന്ന ബാരിയർ ആകും ഇത്. റോഡിനായി 45 മീറ്റർ വീതിയിലാണ് ഭൂമി എടുത്തിട്ടുള്ളതെങ്കിലും ഇരുവശത്ത് 7 മീറ്റർ വീതിയിലാകും സർവീസ് റോഡ് നിർമ്മിക്കുക. ഇതിന്റെ വശങ്ങളിൽ ഓടയ്ക്ക് മുകളിലായി നടപ്പാതയും നിർമ്മിക്കും. ഇരുചക്ര മുച്ചക്ര വാഹനങ്ങൾ, ലോക്കൽ സർവീസ് ബസ്സുകൾ തുടങ്ങിയവ സർവീസ് റോഡിലുണ്ടാകും. സംസ്ഥാനത്ത് നിലവിലുള്ള 6 വരി പാതകളിൽ ഇരുചക്ര മുച്ചക്ര വാഹനങ്ങൾക്ക് നിരോധനമില്ല. നീളമേറിയ ബസ്സുകൾ പോലെയുള്ളവ ഇടത്തേയറ്റത്തെ ട്രാക്കിലും ബസ് പോലെ ഇടത്തരം വേഗത്തിൽ സഞ്ചരിക്കുന്നവ മധ്യത്തിലെ ട്രാക്കിലുമായിരിക്കും സഞ്ചരിക്കുക. ഇത് കാരണം 6 വരി പാതയിൽ വലിയ തിരക്കുണ്ടാകില്ല എന്നാണ് അനുമാനം. കാൽനട യാത്രികർക്കായി നടപ്പാത ഉണ്ടെങ്കിലും ഇരുചക്ര വാഹന യാത്രികർക്ക് പ്രത്യേക സൗകര്യം ദേശീയപാതയിൽ ഉണ്ടാവില്ല. ബസ്സുകൾ ഉൾപ്പെടെയുള്ള യാത്ര ചെയ്യുന്ന 7 മീറ്റർ വീതിയുള്ള സർവീസ് റോഡിലെ സൈക്കിൾ യാത്രികരും യാത്ര ചെയ്യേണ്ടി വരും. കാൽനട യാത്രികർക്കായി നടപ്പാത ഉണ്ടെങ്കിലും നടപ്പാലം ഉള്ള ഇടങ്ങളിൽ നടപ്പാതയിൽ തടസ്സം വന്നേക്കും. നടപ്പാലം നിർമ്മിക്കാൻ പ്രത്യേകം സ്ഥലം ഏറ്റെടുക്കില്ല. നടപ്പാതയിൽ നിന്നുമാകും നടപ്പാലം ആരംഭിക്കുക. ഇവിടെ നടപ്പാത ഇടുങ്ങിയിരിക്കും. അതിനാലാണ് നടപ്പാതയിൽ കൂടി വരുന്നവർക്ക് തടസ്സമുണ്ടാവുക. ദേശീയപാതയുടെ വികസനം വാഹന ഗതാഗതത്തിന് സുഗമാണെങ്കിലും ഓട്ടോ, ടാക്സി, ടെമ്പോ തുടങ്ങിയവയുടെ 100ഓളം സ്റ്റാൻഡുകൾ ജില്ലയിൽ അപ്രത്യക്ഷമാകും എന്നതാണ് മറ്റൊരു സത്യം. നിലവിൽ ദേശീയപാതയോരത്തെ മിക്കയിടത്തും ദേശീയപാത അതോറിറ്റിയുടെ കീഴിലുള്ള സ്ഥലത്താണ് ഓട്ടോ, ടാക്സി സ്റ്റാൻഡുകൾ പ്രവർത്തിക്കുന്നത്. ദേശീയ 6 വരി പാതയെ മാറുമ്പോൾ ഇത്തരത്തിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന സ്ഥലം ഉണ്ടാകില്ല എന്നർത്ഥം. 45 മീറ്റർ വീതിയിൽ ഏറ്റെടുക്കുന്ന ഭൂമിയിൽ മുഴുവൻ നിർമ്മാണം നടത്തി റോഡും ഓടയും ഒക്കെയായി മാറും. ടാക്സി സ്റ്റാൻഡുകൾക്ക് പുറമെ വഴിയരികിൽ വാഹനങ്ങൾ നിർത്തിയിടാനും സ്ഥലം ഇല്ലാതെയാകും. ടാക്സി സ്റ്റാൻഡുകൾക്ക് പ്രത്യേകം സ്ഥലം ഏറ്റെടുക്കാൻ ചട്ടപ്രകാരം ദേശീയ അതോറിറ്റിക്ക് അനുമതിയില്ല. ഇതുവരെ ദേശീയപാത നിർമ്മാണത്തിനായി സംസ്ഥാന സർക്കാർ നൽകിയിരിക്കുന്നത് 5519 കോടി രൂപയാണ്. ഒരു വശത്ത് വികസനം പൊടിപൊടിക്കുമ്പോൾ മറുവശത്ത് ഗതാഗതം ദുരിതത്തിലാകും എന്നത് ഉറപ്പാണ്.